കുസാറ്റിൻ്റെ 2024 കാറ്റ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ്, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾക്കുള്ള സംശയമാണ് അവരുടെ റാങ്കിന് ഏതൊക്കെ കോഴ്സ് വരെ കിട്ടാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ മാത്രം ഇതിൽ ഒന്ന് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നിങ്ങളുടെ റാങ്കിന് ഏതൊക്കെ കോഴ്സ് കിട്ടാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചോളൂ, ഈ കമ്മ്യൂണിറ്റികളുടെ എല്ലാം ഒരു എക്സ്പാൻഷൻ ഞാൻ പറയാം. ഇത് സ്റ്റേറ്റ് മെറിറ്റ്, അതായത് ജനറൽ കാറ്റഗറി. ഇത് നമ്മുടെ ഈഴവ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ETB എന്ന് കാണിച്ചിരിക്കുന്നത്. ഈഴവ, തീയ ഒക്കെ വരുന്നതാണ്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് MSM. OBH എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഹിന്ദു, LCZ എന്ന് പറയുന്നത് ലാറ്റിൻ കാത്തലിക്ക്, OBX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, KMB എന്ന് കൊടുത്തിരിക്കുന്നത് കുടുംബി, ഇത് ധീവര, വിശ്വകർമ്മ, ഇത് പോട്ട് മേക്കിംഗ് കാറ്റഗറി അഥവാ കുശവൻ, SC ST, ഇത് ഫിസിക്കൽ ഡിസബിലിറ്റിയാണ്. അതേപോലെ ഇത് കുസാറ്റിലെ സ്റ്റാഫ് കോട്ടയാണ്, സ്റ്റാഫിൻ്റെ കുട്ടികൾക്കുള്ള കോട്ടയാണ്. അതേപോലെ ഇത് ചിൽഡ്രൻ ഓഫ് ഗൾഫ് വർക്കേഴ്സ് എന്ന് പറയും, അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ഗൾഫിൽ വർക്ക് ചെയ്യുന്ന പേരൻസിൻ്റെ മക്കൾക്കുള്ള റിസർവേഷനാണ്. ഇത് EWS NRI. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, LC BH എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ കാറ്റഗറിയുടെ കോഡുകൾക്കൊരു വ്യത്യാസമുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് അതെല്ലാം ഒന്ന് ഓവർവ്യൂ പറഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ മതി. ഇതെല്ലാം പറയാൻ പോയാൽ ഒരുപാട് സമയം എടുക്കും, അതായത് റാങ്ക് പറയാൻ പോയ സമയം എടുക്കും. അതുകൊണ്ട് ജസ്റ്റ് ഇത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ജനറലിൽ മാത്രം പറഞ്ഞു പോവാം. ഇതിൽ തൃക്കാക്കര BTech C സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയത് 5357. ഇത് ഏത് കോഴ്സിനാണെന്ന് നോക്കുക, BTech സിവിൽ എഞ്ചിനീയറിങ്ങിനാണ് കേട്ടോ. ഈ BTech സിവിൽ എഞ്ചിനീയറിങ്ങിന് തൃക്കാക്കര ക്യാമ്പസിൽ കയറിയത് 5357. അതേസമയം ഇവിടെ 10119 വരെ ഓൾ ഇന്ത്യ മെറിറ്റിൽ കയറിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ മെറിറ്റിൽ കയറുമ്പോൾ ഫീസ് കൂടുതലാണ് എന്ന് ഓർക്കുക, അത് മാനേജ്മെൻറ്റ് സീറ്റാണ്. അതേപോലെ ഇവിടെ നോക്കുക, സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിരിക്കുന്നത്, കുട്ടനാട് കയറിയിരിക്കുന്നത് 9117. അതേപോലെ ഇവിടെയും ഓൾ ഇന്ത്യ മെറിറ്റാണ് 12526 വരെ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ, ഈ ഓൾ ഇന്ത്യ മെറിറ്റ് കാണിച്ചിരിക്കുന്നതൊക്കെ മാനേജ്മെൻറ്റ് സീറ്റിൽ കയറി, ഓൾ ഇന്ത്യ കോട്ടയല്ലത്, ഓൾ ഇന്ത്യ മെറിറ്റാണ്, ആർക്കും അപ്ലൈ ചെയ്യാവുന്ന, എന്നാൽ ഫീസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ ഫീസിൻ്റെ ഷെഡ്യൂളൊക്കെ ഓൾമോസ്റ്റ് ആ പ്രോസ്പെക്ടസിൽ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞു പോയതാണ്. അതുകൂടി പറഞ്ഞാൽ സമയം ഒരുപാടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് റാങ്ക് മാത്രം പറയുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഈഴവ കമ്മ്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾ ജനറലിൻ്റെയും നോക്കുക, ഇതുകൂടി നോക്കിയേക്കുക. നിങ്ങൾ ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ ജനറൽ നോക്കുക, ഇതുകൂടി നോക്കുക. അപ്പോൾ നിങ്ങൾ ഏതാണോ കമ്മ്യൂണിറ്റി അതിന് താഴെയുള്ള റാങ്ക് ഒന്ന് നോക്കിയേക്കുക. ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് കയറിയിരിക്കുന്നത് 433 തൃക്കാക്കര ക്യാമ്പസിൽ. ഓൾ ഇന്ത്യ മെറിറ്റിൽ 723 വരെ തൃക്കാക്കരയിൽ കയറിയിട്ടുണ്ട്. ഇനി കുട്ടനാട് കയറിയിരിക്കുന്നത് 2002 വരെയാണ്. കുട്ടനാട് തന്നെ ഓൾ ഇന്ത്യ മെറിറ്റിൽ 3192 വരെയും ജനറൽ കയറിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടേത് ആ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം. ഇനി അതേപോലെ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇത് തൃക്കാക്കര ക്യാമ്പസിൽ 858 വരെ കയറിയെങ്കിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ 1651 കയറിയത്. ഇനി ഇതിൽ കുട്ടനാട് ക്യാമ്പസിൽ കയറിയിരിക്കുന്നത് 4145, ഓൾ ഇന്ത്യ മെറിറ്റിൽ അവിടെ തന്നെ 6671. ബാക്കി കമ്മ്യൂണിറ്റിയുടേത് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം. ഈ NRI കാറ്റഗറി പോലും 4363. ഇനി BTech ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതിൽ തൃക്കാക്കര ക്യാമ്പസിൽ കയറിയിരിക്കുന്ന 1842, ഓൾ ഇന്ത്യ മെറിറ്റിൽ കയറിയിരിക്കുന്ന 2733, കുട്ടനാട് കയറിയിരിക്കുന്ന സ്റ്റേറ്റ് മെറിറ്റ് 6151, എന്നാൽ ഓൾ ഇന്ത്യ മെറിറ്റ് 9962. ഇനി അടുത്തത് BTech ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എന്നുള്ളത്, അതിൽ തൃക്കാക്കര ക്യാമ്പസിൽ 6385 വരെ. ഇനി ഇതിൽ ചിലതിലൊക്കെ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്ന അവിടെ ആ കാറ്റഗറിക്ക് റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത് BTech IT ഇൻഫർമേഷൻ ടെക്നോളജി 1319 വരെ തൃക്കാക്കരയിൽ സ്റ്റേറ്റ് മെറിറ്റ്. തൃക്കാക്കരയിൽ തന്നെ ഓൾ ഇന്ത്യ മെറിറ്റിൽ കയറിയിരിക്കുന്നത് 2099. ഇനി കുട്ടനാട് കയറിയിരിക്കുന്നത് 4084, അവിടെ തന്നെ ഓൾ ഇന്ത്യ മെറിറ്റിൽ കയറിയിരിക്കുന്ന 6348. ഇനി BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, തൃക്കാക്കരയിൽ 3007 വരെ, തൃക്കാക്കരയിൽ തന്നെ ഓൾ ഇന്ത്യ മെറിറ്റിൽ 6735 വരെ.
അതേപോലെ ബിടെക് പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കയറിയിരിക്കുന്നത് തൃക്കാക്കര ക്യാമ്പസിൽ 3899. ഇനി ബിടെക് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് തൃക്കാക്കരയിൽ 1516. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ മെറിറ്റിൽ കയറിയിരിക്കുന്നത് 3268. ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിൽ 721 തൃക്കാക്കരയിൽ കയറിയിരിക്കുന്ന ജനറൽ കാറ്റഗറിയുടെ റാങ്ക്. ഞാൻ എല്ലായിടത്തും പറയാത്തത് ഇത് ഒരുപാട് ഇങ്ങനെ വായിക്കാൻ പോയി ഒരുപാട് ഡിലേ ആവും, അതുകൊണ്ട് ജസ്റ്റ് ഞാനത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പോസ് ചെയ്യാം. ഇനി MSCയുടെ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം, അതിൽ കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസിൽ കയറിയിരിക്കുന്നത് 1366 ജനറൽ കാറ്റഗറി. എന്നാൽ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ഫോട്ടോണിക്സ് കയറിയിരിക്കുന്നത് തൃക്കാക്കര ക്യാമ്പസിൽ 4013. ഇനി അതേപോലെ ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്, 5 വർഷത്തെ കോഴ്സ്. ജനറൽ 60 റാങ്ക് കയറിയിരിക്കുന്നത്. അതേപോലെ ബയോളജിക്കൽ സയൻസിൽ 28 കയറിയിരിക്കുന്നത്. കെമിസ്ട്രിയിൽ 53 കയറിയിരിക്കുന്നത്. മാത്തമാറ്റിക്സിൽ 59 കയറിയിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് അതിൽ ഏത് കോഴ്സാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുമോ, ഇനി അതല്ല ആ റാങ്കിന് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് കുസാറ്റിൽ പഠിച്ചാൽ മതിയോ, ഇതൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ഇതിൽ കാറ്റഗറിയുടെ ഇത് പറയാത്തതിൻ്റെ റീസൺ പറഞ്ഞു. പിന്നെ ഓൾറെഡി പറഞ്ഞു ഈ ബ്ലാങ്ക് സ്പേസുകൾ അവിടെ ആ കാറ്റഗറിക്ക് സീറ്റ് റിസർവേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.